നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിൻ്റെ 25-ാം ശ്ലോകം വരെയാണ് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. ഇനി നമുക്ക് 26-ാം ശ്ലോകം ശ്രദ്ധിക്കാം. ശ്ലോകം 26. ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, മറ്റു ചില സാധനകൾ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. മറ്റു ചില സാധകർ ചെവികൾ, കണ്ണുകൾ തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ സംയമ രൂപത്തിലുള്ള അഗ്നിയിൽ ഹവനം ചെയ്യുന്നു. അന്യസാധകരാകട്ടെ ശബ്ദം, സ്പർശം തുടങ്ങിയ വിഷയങ്ങളെ ഇന്ദ്രിയ രൂപ അഗ്നിയിൽ ഹവനം ചെയ്യുന്നു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോക്കാം നമുക്ക്. സംയമം എന്ന വാക്കുകൊണ്ട് ഭഗവാൻ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. ധ്യാന, സമാധി എന്നീ യോഗ അംഗങ്ങൾ സാധകൻ അഭ്യസിക്കുന്നു. അതിന് ചെവി, കണ്ണ് തുടങ്ങിയ ഉപയോഗിക്കേണ്ടതുണ്ട്. ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങളെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് ചിലർ സാധന ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ സാധന ചെയ്യുന്നതിൻ്റെ വ്യത്യാസങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകം 27. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരി ആത്മസംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ഈ ശ്ലോകത്തിൽ പറയുന്നത്, ചില യോഗികളാകട്ടെ ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമ്മങ്ങളെയും സമ്പൂർണമായും ജ്ഞാനത്താൽ ദീപ്തമായ ആത്മസംയമ രൂപത്തിലുള്ള യോഗാഗ്നിയിൽ ഹവനം ചെയ്യുന്നു. ഓരോ യോഗികൾ ചെയ്യുന്ന വ്യത്യസ്തതകളാണ് നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നത്. അതായത് കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായി യോഗദർശനത്തിലെ വിഭൂതിപാദത്തിലെ 2 സൂത്രങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. അതായത് യോഗദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട് ത്രയമേകത്ര സംയമ. യോഗദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നാം സംയമത്തിൻ്റെ കാര്യം കഴിഞ്ഞ അധ്യായങ്ങളിലും ശ്രദ്ധിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു. ധാരണ, ധ്യാനം, സമാധി എന്നീ 3 ഒരേ വിഷയത്തിൽ ഏകീഭവിക്കുന്നതാണ് സംയമം. യോഗദർശനത്തിലെ ഒരു സൂത്രം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. തജയാത് പ്രജ്ഞാ അലോക. യോഗദർശനത്തിൽ പറയുന്നതാണ്. അതായത് അതിൻ്റെ ജയം കൊണ്ട് പ്രജ്ഞയുടെ പ്രകാശമുണ്ടാകുന്നു. ഈ യോഗസൂത്രം വിശദീകരിക്കുന്ന കളപ്പാട് ശ്രീകൃഷ്ണൻ്റെ വാക്കുകളിൽ 3 ചിതറിക്കിടക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. സംയമാഗ്നിഷു ആത്മസംയമ യോഗാഗ്നൗ ജ്ഞാനദീപിതേ എന്നീ 3 ഇടങ്ങളിലായി എന്നിങ്ങനെ. അതാണ് 1 സംയമാഗ്നിഷു, 2 ആത്മസംയമ യോഗാഗ്നൗ, 3 ജ്ഞാനദീപിതേ എന്നിവയാണ് ആ വാക്കുകൾ. അപ്പോൾ വ്യാസൻ തന്നെയാണല്ലോ യോഗസൂത്രത്തിനും ഭാഷ്യം രചിച്ചത്. യോഗസൂത്രം പഠിക്കാത്തവർക്ക് ഗീത ചുക്കോ ചുണ്ണാമ്പോ എന്നീ അറിയാനാകില്ലെന്നാണ് വാസ്തവം. അഷ്ടാംഗയോഗം അറിയാത്തവർ ഗീത മനസ്സിലാവുക തന്നെ ഇല്ല. അതാണ് നാം
യോഗദർശനത്തിലെ സൂത്രങ്ങളെല്ലാം ഉദാഹരിച്ചും വിശദീകരിച്ചും നാം ശ്രദ്ധിക്കുന്നത്. അതും കൂടെ യോഗദർശനം എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഗീത എളുപ്പമാണ് നമുക്ക് പഠിക്കുക. അതാണ് ഓരോ അധ്യായത്തിലും പതഞ്ജലി മുനിയുടെ യോഗദർശനം നാം ഉദാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം കാണാൻ ഭഗവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും ശുഭ സുദിനം.